എൻ്റെ സ്റ്റുഡിയോ ടൂറിൻ്റെ വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് DM-ൽ ചോദിച്ച ചോദ്യമാണ്, ബ്രോ ഏതാണ് ബെസ്റ്റ് ഒരു മോണിറ്റർ? ഇപ്പോൾ അവർക്ക് ഗെയിമിംഗ് കളിക്കണം, ലാപ്ടോപ്പിൻ്റെ എക്സ്റ്റൻഷനായിട്ട് യൂസ് ചെയ്യണം, കമ്പ്യൂട്ടറിനകത്ത് എഡിറ്റിംഗ് പരിപാടികൾ നടത്തണം, ഇതെല്ലാം ബെസ്റ്റ് ബഡ്ജറ്റ് മോണിറ്റർ ഏതാണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു. സോ അതിൻ്റെ ഒരു റിപ്ലൈ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയോയുടെ 27 ഇഞ്ചിൻ്റെ ഈ ഒരു മോണിറ്റർ 2K മോണിറ്ററാണ്. 200 ഹെഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിഡിലൻ ഗെയിമിംഗ് എഡിറ്റിംഗ് മോണിറ്ററാണിത്. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ എങ്ങനെയുണ്ട് ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് എന്നുള്ളത് പറയാം. ഇത് ക്രിയോയുടെ ഒബ്സീഡിയൻ എന്ന് പറഞ്ഞ സീരീസിൽ വരുന്ന മോണിറ്ററാണ്. 27 ഇഞ്ചാണ്. നമുക്ക് ബെസ്റ്റ് എപ്പോഴും നല്ലൊരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ നല്ലപോലെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മോണിറ്ററിൻ്റെ സൈസ് കൂട്ടുന്നതായിരിക്കും ബെറ്റർ. 24 അടിപൊളിയാണ്, പക്ഷേ എനിക്ക് എൻ്റെ പർപ്പസിന് മീറ്റ് ചെയ്തത് 27 ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര തിന്നായിട്ടുള്ള ബെസലാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ക്ലീൻ സ്പെക്ക് ലുക്ക് നമുക്ക് ടേബിൾ സെറ്റപ്പിന് കിട്ടും എന്നുള്ളതാണ്. താഴെ നമുക്ക് ക്രിയോയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മോണിറ്റർ ആമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. കണ്ടോ, നമുക്ക് ഭയങ്കര ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ നമുക്ക് ഇപ്പം നിന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഇങ്ങനെ വരും. കണ്ടോ, ഇപ്പം നമുക്ക് ഈ നിന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്രിയോയുടെ തന്നെ കീബോർഡാണ്, ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് നിന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മോണിറ്റർ ഇങ്ങനെ ആക്കിയിട്ട് കണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ നിന്ന് വർക്ക് ചെയ്യാം. അതല്ല കണ്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഫുൾ എങ്ങനെ വേണമെങ്കിൽ ഈ മോണിറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽട്ടോ ടെലിസ്കോപ്പിക്കോ എന്ത് വേണമെങ്കിലും ഈ ഒരു മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ആക്ച്വലി മോണിറ്ററിൻ്റെ പുറകിൽ ഒരു ബട്ടൺ ഉണ്ട്. ഇതിനകത്ത് മെനുവിനകത്ത് നമുക്ക് എല്ലാ കൺട്രോൾസും, പിക്ചറിൻ്റെ ക്ലാരിറ്റി സെറ്റപ്പ്, കളറിൻ്റെ സെറ്റപ്പ്, ഗെയിമിംഗ് സെറ്റപ്പ്, എത്ര ഹെഡ്സ് വരെ എന്നുള്ളത്, FPS ലോക്ക് ചെയ്തിടാനുള്ളത്, അത് ഓഡിയോ സെറ്റപ്പ്, ഇതിനകത്തൊരു ഇൻബിൽറ്റ് സ്പീക്കർ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കിലുള്ള സൗണ്ട് ഉണ്ട്, പക്ഷേ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് 2 HDMI ഒരു ഡിസ്പ്ലേ കേബിൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ജസ്റ്റ് കൊണ്ടിതാക്കുക, പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ച് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് താഴെ വരുന്ന സമയത്ത് സെറ്റിങ്സ് മൊത്തം ഇതിനകത്ത് കാണാം. ഒരു പിങ്ക് കളർ വൈബിലാണ് ഇതിൻ്റെ UI മൊത്തത്തിൽ പോകുന്നത്. നല്ല രസമാണ്. ഈ മോണിറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്, നല്ല ക്രിസ്പായിട്ടുള്ള വിഷ്വൽ ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ നല്ല കളറാണ്, നല്ല കളർ പ്രൊഡക്ഷനാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. എഡിറ്റിങ്ങിനാണെങ്കിലും ഗെയിമിങ്ങിനാണെങ്കിലും 200 ഹെഡ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല FPS നമുക്ക് മിക്ക വീഡിയോ ഗെയിംസും കളിക്കാൻ സാധിക്കും. ഇതൊരു 2K QHD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല വിഷ്വൽ ഔട്ട്പുട്ടിൻ്റെ കൂടെ ഡെപ്ത് ഉള്ള വിഷ്വൽസ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ മെയിൻലി എൻ്റെ PC-യുടെ മോണിറ്ററായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ PC എന്നുള്ള ഔട്ട്പുട്ട് മൊത്തം ഇതിനകത്തുനിന്നാണ്. ഇതിന് നമുക്ക് 400 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഗെയിമേഴ്സിന് 1 ms ആണ് ഇതിന്റെ റെസ്പോൺസ് ടൈം വരുന്നത്. 10-bit കളർ ഡെപ്ത് സപ്പോർട്ടും ഇതിൽ കിട്ടുന്നുണ്ട്. ക്രിയോയുടെ ഫാക്ടറി കാലിബ്രേറ്റഡ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് sRGB 95% കിട്ടുന്നുണ്ട്. അതിന് നല്ല കളർ പ്രൊഡക്ഷൻ, ഞാൻ പറഞ്ഞില്ല കണ്ടോ, നല്ല കളറിംഗ് ആണ്. അത്യാവശ്യം അത്ര വലിയ ഓവർ സാച്ചുറേറ്റഡോ ഈ പറഞ്ഞ പോലെ അത്ര വലിയ ഡൾ ഫീലിംഗ് ഒന്നുമില്ല. നമുക്ക് വേണ്ട രീതിയിൽ ന്യൂട്രലി ടോൺഡ് ആണ് ഇതിന്റെ പാനൽസ് എല്ലാം. ബാക്ക് സൈഡിൽ നമുക്ക് മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, ഇവിടെയാണ് പവർ ഇൻ വരുന്നത്. 2 HDMI, ഒരു ഡിസ്പ്ലേ, ഒരു ഹെഡ്ഫോൺ, ഇയർഫോൺ ജാക്ക് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈസിലി പൊക്കാവുന്ന ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള വലിയ പ്രശ്നമില്ല. കണ്ടോ, ഈസിലി ആയിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചു വെക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ബസ്സിലൊക്കെ ഉണ്ട്, ഭയങ്കര ചെറുതാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഈ ഒരു ആമിന എന്നുള്ളതാണ്. ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് കണ്ടോ, ഇങ്ങോട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കാണുന്ന ആമിലായിരുന്നു. കാരണം ഇതാകുമ്പോൾ എനിക്ക് ഡ്യുവൽ മോണിറ്റർ സെറ്റപ്പ് പോലെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലുക്കിനും എസ്തെറ്റിക്കിനും അടിപൊളി ഇതിൻ്റെ മോണിറ്ററാന്ന് തന്നെയാണ്. കാരണം ഈ ഒരു ഇത്രയും ഹെവി സൈസും ഈ ഒരു കളർ തീമിനോടൊക്കെ നീതി പുലർത്തുന്നത് ഈ പറഞ്ഞ മോണിറ്ററാന്ന് തന്നെയാണ്. ഞാനിപ്പം ആ ഒരു സെറ്റപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെക്കുന്നത് മാത്രം. ഇതൊരു ലാൻഡ്സ്കേപ്പ് മോണിറ്റർ മാത്രമല്ല, ഇത് നമുക്ക് ഒരു വെർട്ടിക്കൽ മോണിറ്ററായിട്ടും കൂടി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോണിറ്ററാണ്. കാരണം ഞാൻ ആമിനകത്ത് ഈ പറഞ്ഞ സാധനം നടക്കും. ഇപ്പം സ്ട്രീമേഴ്സിന് ചാറ്റ് വായിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ സെക്കൻഡറി മോണിറ്ററായിട്ട് നിങ്ങൾക്ക് ചരിച്ച് വെച്ച് യൂസ് ചെയ്യണമെങ്കിലോ ഒക്കെ കളർ റീഡ് ചെയ്യാനോ റീലിൻ്റെ ഒരു പ്രിവ്യൂ കാണാനോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മോണിറ്റർ ഇങ്ങനെ യൂസ് ചെയ്യാം. അതല്ല വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഇങ്ങോട്ടാക്കുക, ഇങ്ങനെ കേട്ടോ പ്രോപ്പറായിട്ട് 16:9 റേഷ്യോയിൽ ഉപയോഗിക്കാം. എന്തായാലേ കിട്ടുന്ന മോണിറ്ററാണ്. 15,499 രൂപയാണ് നമുക്ക് ആമസോൺ പ്രൈസ് വരുന്നത്. ക്രിയോയുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ക്രിയോയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം ക്രിയോയുടെ മൗസൊക്കെ യൂസ് ചെയ്യുന്നത് നല്ല. ക്രിയോ പൊതുവേ നമ്മൾ വന്നപ്പോൾ ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ഇത് മേടിച്ച് യൂസ് ചെയ്ത് റിവ്യൂ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി ക്രിയോ ആക്ച്വലി കൊള്ളാം എന്നുള്ളതും. ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആൾ തന്നെയാണ് ഞാൻ. ആദ്യം വന്നപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എങ്ങനെ ഇത് വർക്ക് ചെയ്യും, എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത്. പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇതിന് നമ്മൾ ഡെയിലി ഡ്രൈവായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിൽ ക്രിയോ നമ്മുടെ പാർട്ടായിട്ട് മാറി എന്നുള്ളതാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പ്രൊഡക്ട്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ക്രിയോയുടെ മോണിറ്റർ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. നല്ല മോണിറ്റർ, ഒരു ബഡ്ജറ്റ് മോണിറ്റർ. നിങ്ങൾ 27 ഇഞ്ച് ഇപ്പോൾ നല്ല 200 ഹെഡ്സ് 2K QHD ഡിസ്പ്ലേ നോക്കുന്നുണ്ടെങ്കിൽ ക്രിയോയുടെ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ അടുത്തൊരു കിടിലൻ റിവ്യൂ ആയിട്ട് കാണാം ഗൈസ്. അതുവരേക്കും